രക്ഷപ്പെടാം. കാരണം ഒരു 10 തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പോകത്തില്ല. പിന്നെ പോയി തൊട്ട് നോക്കും, തൊട്ട് നക്കിയൊക്കെ നോക്കും. ചാകത്തിലോന്നൊക്കെ പോയി തൊട്ട് നക്കിയിട്ട് പിന്നെ അത് കുടിക്കാൻ തയ്യാറാണ്. അപ്പൊ കുടിച്ചു കഴിഞ്ഞ് ഞാനിത് പിതാവ് തരുന്ന നിർദ്ദേശം ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങളോട് പറയുന്നത്. ഇത് സംഭവിക്കും. ഇത് കുടിച്ചാൽ ആ നിമിഷം മരണം സംഭവിക്കാൻ പോവില്ല. തൽക്കാലത്തേക്ക് കുറച്ച് ദുഃഖിക്കേണ്ടി വന്നാലും പിന്നെ സന്തോഷിക്കും. അതുകൊണ്ട് ഭർത്താവ് പറയുന്ന ആളായിരുന്നാലും മക്കളെന്ന് പറയുന്ന ആളായിരുന്നാലും സകല നേരത്തേക്കുള്ള ദുഃഖം പിന്നത് സന്തോഷമായിട്ട് മാറും. നിങ്ങള് വിഷമിക്കാനുള്ള കാര്യമല്ല പറയുന്നത്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. എത്ര വിഷമിച്ചാലും ഭർത്താവോ മക്കളോ ദൈവമോ ആയിരിക്കുന്നവർക്ക് മാത്രമേ ഇതിലൂടെ വിഷമം വരുത്തുള്ളൂ. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളിൽ ഇതുപോലെ മദ്യപാനത്തിന് അടിമപ്പെട്ട് നശിക്കുന്നുണ്ട്. അവരെ മാത്രമേ നിങ്ങൾ നോക്കത്തുള്ളൂ. ദൈവമേ, എന്റെ കുടുംബം മാത്രമല്ല, കോടിക്കണക്കിന് ഒരു മദ്യപാനിയായിട്ടുള്ള ഒരുത്തൻ കുടുംബത്തിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരുത്തനുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന്റെ ദുരന്താവസ്ഥ തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. എത്രമാത്രം വേദന നിറഞ്ഞ അവസ്ഥ, എത്രമാത്രം വിഷമം നിറഞ്ഞ സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതില്ലാത്തവർ പറയും കുഴപ്പമൊന്നുമില്ല, എത്ര വേണേലും കുടിച്ചോളൂ, എത്ര വേണേലും പോയി കുടിച്ച് നശിച്ചോട്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് ദൈവമേ, ഇനിയും നിനക്ക് കൊടുക്കാനുള്ള അടയാളം ഇത് മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ അനുസരിക്കൂ. ഇത് വിഷമ കുടിക്കരുത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കൂ? ഇല്ല. അപ്പോഴേ ആ കൂടി അനുസരിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അത് കുടിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങിയാൽ ഉടനെ മരിക്കുക. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ വിഷമമുള്ളവരൊന്നും കാര്യങ്ങൾ കേൾപ്പിക്കുക. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് വെറുതെ ഒരു തമാശയായിട്ട് പറയുമല്ല. ഇത് വലിയ താമസമില്ലാതെ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 10 വീണ് ചത്തു കഴിഞ്ഞാൽ കൺഫ്യൂമായിട്ടും പൈപ്പിൽ കുറെ എണ്ണത്തിന്റെ കണ്ണ് പോയപ്പോഴേ കുറെ നാളത്തേക്ക് പിന്നെ ആ ഏരിയയില് കുടിയില്ലായിരുന്നു, അനക്കില്ല എന്ന് പറയുന്ന പോലെ കണ്ണോകാലം പോകുന്നതല്ല പ്രശ്നം. ഒരു വിഷമം സഹിക്കാൻ വയ്യാത്തോണ്ടാ പറയുന്നത്. ഒരുത്തൻ അതിന്റെ അമ്മ മരിച്ചപ്പോഴ് ആ ഡെഡ് ബോഡി തുടയ്ക്കാനായിട്ട് മേടിച്ച സ്പിരിറ്റ്, അമ്മയുടെ ശവശരീരം തുടയ്ക്കാനായിട്ട് മേടിച്ച സ്പിരിറ്റ് അതേപോലെ തന്നെ എടുത്ത് കുടിച്ചു. ആ തുടച്ചന്റെ വാങ്ങി അതേപോലെ തന്നെ എടുത്ത് കുടിച്ച് കണ്ണ് രണ്ടും പോയി. ഇപ്പോഴും അന്ധനായിട്ട് തപ്പി നിറഞ്ഞ് നടക്കുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യത്തിലുള്ള കർത്താവേ, നിന്റെ കാരുണ്യം ഇതിലൂടെങ്കിലും ഒരേത്തിന്റെ മേൽ വന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. കുറെ ഇങ്ങനെയൊക്കെയുള്ള സംഭവമായി കഴിയുമ്പോൾ പരിശോധനയും കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് സർക്കാർ തന്നെ പ്രഖ്യാപിക്കും ഇത് കുടിച്ചാൽ ചാകും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് ഈ മദ്യം കഴിച്ചാൽ അന്നേരം മരണം സംഭവിക്കാനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്താം. കാരണം ഇത് കുടിച്ച് തുടർച്ചയായിട്ട് കുടിച്ച് ആത്മാവിനെ എന്നേക്ക് വേണ്ടി നശിപ്പിക്കാതെ ഒരു പ്രാവശ്യം കുടിച്ച് മരിച്ചു കഴിഞ്ഞാൽ അനേകരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ആത്മാവ് രക്ഷപ്പെടാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. മദ്യപാനം തുടർച്ചയായിട്ട് ചെയ്ത് നിത്യ നരകത്തിലേക്കുള്ള യാത്രയ്ക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം എന്താണോ നിറവേറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. ആത്മഹത്യാ പ്രവണതയുള്ള മക്കളിവിടെ 5 പേരെ ആ അവസ്ഥയിൽ നിന്ന് കിട്ടാൻ വിടുതലെന്ന് അനുഗ്രഹിക്കേണ്ടത്.